ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കംഫർട്ട് സോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് 4ാം ക്ലാസ്സിലെ 1ാം പാഠമായ 4 അക്ക സംഖ്യകൾക്കൊപ്പം അഥവാ എമംഗ് 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററാണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്ന ഒരു ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നമ്മൾ സ്കൂൾ തുറക്കാൻ നേരം എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട് എന്ന് ഓർക്കുന്നില്ലേ? ചിത്രത്തിൽ കാണുന്ന റീനയ്ക്ക് അച്ഛൻ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്ന് നോക്കാം. They bought an umbrella for 250 rupees, 5 note at 10 rupees each and a dress for 700 rupees. 250 രൂപ വിലയുള്ള ഒരു കുടയും 10 രൂപ വീതം വിലയുള്ള 5 നോട്ട് പുസ്തകങ്ങളും 700 രൂപ വിലയുള്ള ഉടുപ്പും വാങ്ങിച്ചു. ഇനി ഇതിൽ നിന്നും നമുക്ക് എന്തെല്ലാം കണ്ടുപിടിക്കണം എന്ന് നോക്കാം. ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് അഥവാ ആകെ എത്ര രൂപയായി. റീന എന്തൊക്കെയായിരുന്നു വാങ്ങിയത്? ഒരു കുട വാങ്ങി. 250 രൂപ വിലയുള്ള ഒരു കുടയാണ് വാങ്ങിയത്. അഥവാ 250 × 1 സമം 250 തന്നെ ലഭിക്കും. പിന്നീട് നമ്മൾ വാങ്ങിയത് 5 നോട്ട് പുസ്തകങ്ങളാണ്. 5 നോട്ട് പുസ്തകങ്ങൾ 10 രൂപ വീതം എന്ന് പറയുമ്പോൾ 10 × 5 സമം 50. പിന്നീട് നമ്മൾ വാങ്ങിയത് എന്താണ്? ഒരു ഉടുപ്പാണ്. ഒരു ഉടുപ്പിന് 700 രൂപയാണ് വില. സമം 700 × 1 സമം 700. 10 രൂപയുടെ 5 നോട്ട് ബുക്കിന് 50 ആയത് വില × എണ്ണം ചെയ്തപ്പോഴാണ്. ഇനി നമുക്ക് ആകെ എത്ര എന്ന് നോക്കാം. 1ാം സ്ഥാനത്തുള്ള പൂജ്യങ്ങൾ കൂട്ടിയാൽ 0 ലഭിക്കും. 10ാം സ്ഥാനത്തുള്ളവ കൂട്ടിയാൽ 10ന് 0 അവിടെ ഇട്ട് 1 ശിഷ്ടം ലഭിക്കും. 7ഉം 2ഉം 1ഉം കൂടെ കൂട്ടിയാൽ 10 അഥവാ 1000 ആണ് ഉത്തരം ലഭിക്കുക. അപ്പോൾ പാഠപുസ്തകത്തിലെ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം 1000 കിട്ടി. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. Father has only 100 rupees note with him. How many total notes should he give? അച്ഛൻ്റെ കയ്യിലുള്ളതെല്ലാം 100 രൂപ നോട്ടാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? നമ്മൾക്ക് കടയിൽ ആകെ കൊടുക്കേണ്ടത് 1000 രൂപയാണ്. നമ്മുടെ കയ്യിലുള്ളതോ 100 രൂപ നോട്ടുകളും. എത്ര 100 രൂപ നോട്ടുകൾ കൊടുത്താലാണ് 1000 രൂപയാവുക എന്നല്ലേ നമുക്ക് നോക്കേണ്ടത്. അതിന് 100 × എത്ര ചെയ്താലാണ് 1000 ലഭിക്കുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 100 × 1 ചെയ്താൽ 100 തന്നെ ലഭിക്കും. 100 × 2 ചെയ്താലോ 200 അല്ലേ ലഭിക്കുക. 100 × 3 ചെയ്താൽ 300 ആണ് ലഭിക്കുക. 100 × 4 ചെയ്ത് നോക്കിയാലോ 400 ലഭിക്കും. 100 × 5 ചെയ്താൽ നമുക്ക് എത്രയാണ് ലഭിക്കുക? 500 ലഭിക്കും. അപ്പോൾ നമുക്ക് 1000 ആണ് വേണ്ടത്. 100 × 6 സമം 600. 100 × 7 ചെയ്താലും 700. 100 × 8 സമം 800 ആണ് ലഭിക്കുക. 100 × 9 ചെയ്താലോ 900 ലഭിക്കും. ഇനി 100 × 10 ചെയ്ത് നോക്കിയാൽ നമുക്ക് 1000 ലഭിക്കും. ഈ 1000 അല്ലേ നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ 100 × 10 സമം 1000 എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കിട്ടേണ്ട ഉത്തരം 10 ആണ് എന്ന് ചുരുക്കം. അങ്ങനെയാണെങ്കിൽ ദി ഫാദർ ഹാസ് ടു ഗിവ് 100 rupees note to the owner. അടുത്ത ക്വസ്റ്റ്യൻ എന്തെന്ന് നോക്കാം. സപ്പോസ് ഫാദർ ഹാഡ് ഓൺലി 500 rupee നോട്ട് വിത്ത് ഹിം. ഹൗ മെനി നോട്ട്സ് ദെൻ? 500 രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? നമുക്ക് ഉത്തരം എന്തെന്ന് നോക്കാം. ഓർമ്മയില്ലേ, നമ്മൾ 1000 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. നമ്മുടെ കയ്യിലാണെങ്കിലോ 500 രൂപ നോട്ടുകൾ മാത്രമേ ഉള്ളൂ. എത്ര 500ന്റെ നോട്ടുകൾ കൊടുത്താലാണ് 1000 ആവുക എന്നാണ് നോക്കേണ്ടത്. അതിന് 500നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 1000 ലഭിക്കുക? അങ്ങനെ നോക്കണമെങ്കിൽ 500 × എത്ര ചെയ്താലാണ് 1000 ലഭിക്കുക? 500 × 1 ചെയ്താൽ 500 ലഭിക്കും. ഇനി 500നെ 2 പ്രാവശ്യം കൂട്ടിയാലോ 500 × 2 ചെയ്താൽ 1000 ലഭിക്കും. ഈ 1000 അല്ലേ നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ 500 × 2 സമം 1000. അതായത് നമുക്ക് കിട്ടേണ്ട ഉത്തരം 2 എന്ന് വെച്ചാൽ ദി ഫാദർ ഹാസ് ടു ഗിവ് 500 rupees നോട്ട് ടു ദി ഓണർ. ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വാട്ട് ഇഫ് ഹി ഹാഡ് ഓൺലി 1000 rupees നോട്ട്?
കയ്യിലുള്ളത് 1000 രൂപ നോട്ടുകൾ മാത്രമാണെങ്കിലോ? 1000-ത്തെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1000 തന്നെ ലഭിക്കുക എന്നല്ലേ നമുക്ക് കിട്ടേണ്ടത്? നമുക്കറിയാം, ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാലാണ് ആ സംഖ്യ തന്നെ ലഭിക്കുക. അപ്പോൾ ഇവിടെ 1000 രൂപയുടെ ഒരു നോട്ട് മാത്രം കൊടുത്താൽ പോരെ? അപ്പോൾ കയ്യിലുള്ളത് 1000 രൂപ നോട്ടുകൾ മാത്രമാണെങ്കിൽ ഒരു നോട്ട് മാത്രം കൊടുത്താൽ മതി. പാഠത്തിന്റെ ആദ്യത്തിൽ കൊടുത്ത ചിത്രം ഓർക്കുന്നുണ്ടോ? റീന ഒരു ബാഗ് കൂടി വേണം എന്ന് പറഞ്ഞത്. He also bought Reena a bag for ₹500. റീനയ്ക്ക് 500 രൂപ വിലയുള്ള ഒരു ബാഗ് കൂടി വാങ്ങിച്ചു. Then how much should he pay in all? കടയിൽ ആകെ എത്ര രൂപ കൊടുക്കണം? ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്തത് 1000 രൂപയല്ലേ? അതിൻ്റെ കൂടെ 500 കൂടെ ആഡ് ചെയ്താൽ 0, 0, 0ന്റെ കൂടെ 5 കൂട്ടിയാൽ 5, 1. അങ്ങനെ ആകെ 1500 രൂപ കൊടുക്കണം. അങ്ങനെ ആകെ കടയിൽ കൊടുക്കേണ്ടത് 1500 രൂപ. അടുത്തത്, he paid it in 1000 rupees note and 100 rupees note. How many of each did he give? നമുക്കറിയാം, 1000 + 500 കൂട്ടിയാലല്ലേ 1500 ലഭിക്കുക. അപ്പോൾ 1000ന്റെ ഒരു നോട്ട് കൂട്ടിയാൽ 1000 കിട്ടിയില്ലേ? ഇനി നമുക്ക് 500 എങ്ങനെ കിട്ടണം? 100ന്റെ എത്ര നോട്ടുകൾ കൂട്ടിയാലാണ് 500 ലഭിക്കുക? 100 × 1 = 100, 100 × 2 = 200 അല്ലേ? 100 × 3 = 300, 100 × 4 = 400, 100 × 5 ചെയ്താലാണ് നമുക്ക് 500 ലഭിക്കുക. അപ്പോൾ 100ന്റെ 5 നോട്ടുകളും 1000ന്റെ ഒരു നോട്ടും വേണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ചേഞ്ചിങ് എ നോട്ട്, ചില്ലറയാക്കിയപ്പോൾ. ഈ ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ. ഇവരെല്ലാവരും 1000 രൂപ ചില്ലറയാക്കിയതാണ്. 1000 രൂപ ചില്ലറയാക്കിയാൽ എങ്ങനെയൊക്കെ കിട്ടുമെന്ന് നോക്കണ്ടേ? നമുക്ക് നോക്കാം. 1000നെ 500ന്റെ നോട്ടുകളായും 100ന്റെ നോട്ടുകളാക്കിയും 50ന്റെ നോട്ടുകളാക്കിയും 10ന്റെയും 20ന്റെയും നോട്ടുകളായൊക്കെ ചില്ലറയാക്കിക്കൂടെ? പിന്നെ 5ന്റെയും 2ന്റെയും 1ന്റെയും നാണയങ്ങളാക്കിയും നമുക്ക് 1000ത്തെ മാറ്റാം. എങ്ങനെയെന്ന് നോക്കണ്ടേ? 1000ന്റെ ഒരു നോട്ട് മതി 1000 കിട്ടാൻ. 500ന്റെ 2 നോട്ടുകൾ വേണം 1000 കിട്ടാൻ. 100ന്റെ 10 നോട്ടുകൾ 100 10 കൂട്ടിയാലല്ലേ 1000 കിട്ടൂ. 50ന്റെ 20 നോട്ടുകൾ വേണം. 20ന്റെ 50 നോട്ടുകളും 10ന്റെ 100 നോട്ടുകളും വേണം. 5ന്റെ നാണയമായാൽ 200 എണ്ണവും 2ന്റേത് 500 എണ്ണവും 1ന്റേത് 1000 എണ്ണവും കൂട്ടിയാലാണ് 1000 രൂപ കിട്ടുകയുള്ളൂ. ഇനിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചാലോ? അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. കീപ് വാച്ചിങ്.